ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് പരമപ്രധാനമായി പത്രലോകം തരുന്ന വാർത്ത എന്തായിരിക്കും എന്ന് പ്രേക്ഷകർക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമേയുള്ളൂ. നിശ്ചയമായും അത് ഒരു മന്ത്രി കൂടി കേരള മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച വാർത്തയാണ്. രാജിവെച്ചത് AK ശശീന്ദ്രനാണ്. അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയുമാണ്. ഇതോടെ ഈ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്ന രണ്ടാമത്തെ മന്ത്രിയായി തീർന്നിരിക്കുന്നു ശശീന്ദ്രൻ. ആദ്യം രാജിവെച്ചത് നമുക്കറിയാവുന്നത് മാതിരി EP ജയരാജനാണ്, വ്യവസായ വകുപ്പ് മന്ത്രി. രണ്ടുപേരുടെയും രാജിയിൽ പൊതുവിൽ കാണാവുന്ന ഒരു കാര്യം, രണ്ടുപേരും ധാർമ്മിക പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് രാജിവെച്ചിരിക്കുന്നത്, അല്ലാതെ മറ്റ് അഴിമതി കഥകളൊന്നുമല്ല. EP ജയരാജൻ ബന്ധു നിയമനത്തിൻ്റെ പേരിൽ ഒരു അധാർമികത, ആ അധാർമികതയെ മുൻനിർത്തി രാജിവെച്ചു. രണ്ടാമത് ശശീന്ദ്രൻ രാജിവെക്കുന്നത് സ്ത്രീയോട് ഫോണിൽ ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നതിൻ്റെ പേരിലാണ്. ധാർമ്മികമായ കാര്യങ്ങളെ മുൻനിർത്തി രണ്ട് മന്ത്രിമാർ രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് കേരള മന്ത്രിസഭ, കേരളത്തിലെ പിണറായി മന്ത്രിസഭ നീങ്ങുന്നു എന്നാണ് വാർത്ത കാണിക്കുന്നത്. മലയാള മനോരമ ആ വാർത്ത മറ്റെല്ലാ പത്രങ്ങളെയും എന്ന പോലെ ലീഡ് വാർത്തയാക്കുമ്പോൾ ആ വാർത്ത ഇങ്ങനെയാണ് നമ്മോട് പറയുന്നത്. മന്ത്രി ശശീന്ദ്രൻ രാജിവെച്ചു എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. വാർത്ത ഇങ്ങനെ: ലൈംഗിക ചുവയോടെ ഫോണിൽ സംസാരിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് സംസ്ഥാന ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ രാജിവെച്ചു. മന്ത്രിയുടേത് എന്ന പേരിൽ ഒരു സ്ത്രീയുമായുള്ള സ്വകാര്യ ടെലിഫോൺ സംഭാഷണം ഒരു TV ചാനൽ ഇന്നലെ രാവിലെ പുറത്തുവിട്ടിരുന്നു. തുടർന്നാണ് ഉച്ചതിരിഞ്ഞ് കോഴിക്കോട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മന്ത്രി രാജി പ്രഖ്യാപിച്ചത്. രാജിക്കത്ത് രാത്രി 7 മണിയോടെ മുഖ്യമന്ത്രിക്ക് ഫാക്സ് സന്ദേശമായി ലഭിച്ചു. മുഖ്യമന്ത്രി രാജി അംഗീകരിച്ച് കത്ത് ഗവർണർക്ക് കൈമാറുകയും ചെയ്തു. വകുപ്പ് തൽക്കാലം മുഖ്യമന്ത്രി കൈവശം വയ്ക്കും. മന്ത്രി രാജിവെച്ച് മുഖ്യമന്ത്രിയെ അറിയിച്ചു. മുഖ്യമന്ത്രി അത് ഗവർണറെ അറിയിച്ചു. അതുവഴി രാജി പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇന്നലെ നേരം പുലർന്ന് തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്ക് കടക്കുമ്പോൾ ഈ മന്ത്രി കരുതി കാണില്ല, വൈകുന്നേരം എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം മന്ത്രി അല്ലാതായി തീരും എന്ന്. ഇങ്ങനെയാണ് ചില ആളുകളുടെ ചില ദിവസങ്ങളിലെ ഗതിവിഗതികൾ. അതിനുള്ള കാരണവും തുടർന്ന് ഈ വാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാം. ഏതായാലും AK ശശീന്ദ്രൻ പറയുന്നത്, രാജിവെക്കുന്നതിന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വിവാദമായ സംഭാഷണം എൻ്റെ അറിവിലുള്ള കാര്യമല്ല. എന്നെ സമീപിക്കുന്ന എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ് ഞാൻ. എന്നാൽ ആരോപണം ഉയർന്നതിനാൽ പാർട്ടിയുടെയും മുന്നണിയുടെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊന്നും അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല. മറിച്ച് ഉയർന്ന ധാർമ്മിക സദാചാര മൂല്യം നിലനിർത്തുന്ന ഒരു രീതിയാണ് ഇടതുപക്ഷ മുന്നണിക്കുള്ളത്. അതുകൊണ്ടാണ് താൻ വഴിമുടക്കുന്നില്ല, രാജിവെക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ്. ഏറ്റവും അടുത്ത അനുഭവം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇടതുപക്ഷ മന്ത്രിസഭ ഉണ്ടായിരുന്നത് VS അച്യുതാനന്ദൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു. VS മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ ഈ നിലയ്ക്ക് രാജിവെച്ചിട്ടുണ്ട്. ഒന്ന് PJ ജോസഫ്, നമുക്കറിയാവുന്നത് മാതിരി സദാചാര പ്രശ്നവുമായി ബന്ധിപ്പിച്ചാണ്, ധാർമ്മിക സദാചാര മൂല്യങ്ങളുമായി ബന്ധിപ്പിച്ച് ഒരു വാർത്ത വന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രാജി എഴുതി വാങ്ങി. രണ്ടാമത് അതേ പാർട്ടിയിലെ മന്ത്രി കുരുവിള, അദ്ദേഹം ഒരു ഭൂമി കേസുമായി ബന്ധിപ്പിച്ച് കേസിലായപ്പോൾ രാജിവെക്കാൻ നിർബന്ധിതമായി. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അത്തരം ഒരു ധാർമ്മിക നിലവാരം ബഹുജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ UDFിൽ നിന്ന് അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. UDFിലാണെങ്കിൽ എന്തുമാകാം എന്ന ഒരു ചിരസമ്മത വീക്ഷണ രീതി മലയാളികൾ പുലർത്തുന്നുണ്ട്. ഉമ്മൻചാണ്ടി അതിൻ്റെ ഏറ്റവും ഉന്നത ശീർഷനായ ഒരു ഉദാഹരണം കൂടിയാണ്. എന്തു വന്നാലും രാജിവെക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തു വന്നാലും രാജിവെക്കില്ല എന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് ഇത്തരം സദാചാര ധാർമ്മിക കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് മന്ത്രിമാർ രാജിവെച്ചതുപോലും തെറ്റ്
എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിന് പുതിയ ഒരു ഭാഷ്യം എഴുതി ചേർത്തു ഉമ്മൻചാണ്ടി. ഇതിനു മുമ്പ് നമുക്കറിയാം ടി കൃഷ്ണമാചാരിയും അതുപോലെ തന്നെ ലാൽ ബഹാദൂർ ശാസ്ത്രിയുമൊക്കെ അവരുടെ നിസ്സാര കാര്യങ്ങളെ മുൻനിർത്തി രാജിവെക്കുകയുണ്ടായി. രാജി ധാർമ്മികമായ ഒരു ഉന്നത ശീർഷ പ്രവൃത്തിയാണ്. ഭൂമിയിൽ ഇഴഞ്ഞു നടക്കുന്ന ഉമ്മൻചാണ്ടിയെ മാതിരി ഒരു രാഷ്ട്രീയ നേതാവിന് അത് ചിന്തിക്കാനേ കഴിയില്ല. കോൺഗ്രസ്സുകാർ പോലും ഉയർത്തിപ്പിടിച്ച, ആദ്യകാല കോൺഗ്രസ്സുകാർ ഉയർത്തിപ്പിടിച്ച ആ ഉന്നത മൂല്യം നമ്മുടെ ഉമ്മൻചാണ്ടി മാഷർക്ക് തീരെ പരിചയമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു സമയത്ത് പറയുകയുണ്ടായി, പണ്ട് ആളുകൾ രാജിവെച്ചത് മണ്ടത്തരമായി പോയി എന്ന്. അത്തരം ഒരു മണ്ടത്തരം ഒന്നും ഉമ്മൻചാണ്ടി ചെയ്തില്ല. അദ്ദേഹം രാജിവെച്ചില്ല. അദ്ദേഹത്തിനെതിരെ അതേ സമാന സ്വഭാവത്തോടെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന ഒരു മന്ത്രിമാരും രാജിവെച്ചില്ല. 5 വർഷവും യഥേഷ്ടം കാട്ട് മുടിക്കാനുള്ള സാഹചര്യം അദ്ദേഹം സ്വയം ഒരുക്കി, എല്ലാവർക്കും ഒരുക്കുകയും ചെയ്തു. ഇടതുപക്ഷം വ്യത്യസ്തമാണ്. 2ാം തവണയും അവർ അത് തെളിയിച്ചിരിക്കുന്നു. അതാണ് ഈ വാർത്തയുടെ ഒരു സവിശേഷത, പെട്ടെന്ന് കാണാവുന്ന ഒരു സവിശേഷത. ശശീന്ദ്രൻ രാജിവെച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഗതാഗത വകുപ്പ് ആര് നോക്കും? ആരായിരിക്കും പുതിയ മന്ത്രി? അതേ സംബന്ധിച്ചും വാർത്ത വന്നിട്ടുണ്ട്. പകരം മന്ത്രി ഉടനില്ല. ആ അനുബന്ധ വാർത്ത മനോരമ 1ാം പേജിൽ പ്രധാന വാർത്തയ്ക്കൊപ്പം തരുന്നു. അതിങ്ങനെ, പകരം മന്ത്രി ഉടനില്ല എന്ന ശീർഷകത്തിലാണ് വാർത്ത ഇങ്ങനെ വായിക്കാം. AK ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിൽ ഉടൻ പകരം മന്ത്രിയെ നിയോഗിക്കാനിടയില്ല. ശശീന്ദ്രനെതിരായ ആരോപണത്തിൻ്റെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന മനോഭാവമാണ് CPM-ന് നയിക്കുന്ന കക്ഷിക്ക് ഉള്ളത് എന്നുകൂടി മനോരമ സൂചിപ്പിക്കുന്നു. സത്യത്തിൽ 2 MLA-മാർ ആ പാർട്ടിയിലുണ്ട്. ഒരു MLA മന്ത്രിയായി, 2ാമത്തെ MLA തോമസ് ചാണ്ടി. അദ്ദേഹം മന്ത്രിയാകാൻ ആദ്യം തന്നെ ശ്രമിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമുണ്ടായില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വ്യവസായ പശ്ചാത്തലമുണ്ടല്ലോ, അത് അത്രത്തോളം മെച്ചപ്പെട്ട ഒന്നായി നമ്മുടെ മുഖ്യമന്ത്രി കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മന്ത്രിയാകുന്നതിനോട് മുഖ്യമന്ത്രി വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ശശീന്ദ്രൻ സീനിയർ MLA മന്ത്രിയായി തീരുകയും ചെയ്തത്. ഇപ്പോൾ സത്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സാധാരണഗതിയിലാണെങ്കിൽ തോമസ് ചാണ്ടിക്ക് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാവുന്നതാണ്. ആ പാർട്ടിയിലെ അവകാശമാണ് മന്ത്രിസ്ഥാനം. പക്ഷേ ഇത്തവണയും മുഖ്യമന്ത്രിക്ക് തോമസ് ചാണ്ടിയോടുള്ള MLA ആയിട്ട് പോലും അദ്ദേഹത്തോട് തോടുന്ന പഴയ റിസർവേഷൻ, നീരസം, അതുകൊണ്ട് തന്നെ ഇത്തവണയും അദ്ദേഹം മന്ത്രിയാകാൻ ഇടയില്ല എന്നും വാർത്ത വന്നിരിക്കുന്നു. വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈവശം വയ്ക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇതാണ് ഈ രാജിയുമായി നമുക്ക് ലഭിക്കുന്ന വാർത്തയെങ്കിൽ, ധാർമ്മികത എന്നത് രാജിവെക്കാൻ മന്ത്രിയെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇത് മന്ത്രിക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണോ? ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുന്ന മാധ്യമത്തിനും ഇല്ലേ ഈ നിലയ്ക്കുള്ള ഒരു ധാർമ്മികത എന്ന ചർച്ചയും ഇന്നലെ തന്നെ ഉയർന്നു വരികയുണ്ടായി. നമുക്കറിയാം, പുതിയ മാധ്യമങ്ങൾ രംഗത്ത് വരുമ്പോൾ പഴയ മാധ്യമങ്ങളിൽ നിന്ന് വേറിട്ട ഒരു അസ്തിത്വം നേടിയെടുക്കുന്നതിനും അവയുടെ പരസ്യത്തിന് 1000 ഘാതം മുന്നോട്ട് നീങ്ങുന്നതിനും ഇത്തരം ചില ഗിമ്മിക്സുകൾ, ചില പൊടിക്കൈകൾ പ്രയോഗിക്കപ്പെടാറുണ്ട്. നമുക്കറിയാം, മംഗളത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ടെലിവിഷൻ ചാനൽ അത് ഇനാഗുറേറ്റ് ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. ആ ടെലിവിഷൻ ചാനൽ ഇന്നലെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് എരിവും പുളിയും ചൂരും ഒക്കെയുള്ള ഒരു വാർത്ത അവരാഗ്രഹിച്ചിരുന്നിരിക്കാം. അതുവഴി പിറവിയെടുക്കുന്ന നിമിഷം തന്നെ മിഴിക്കുന്നു എന്നാണ് അവർ തന്നെ പറഞ്ഞത്. മിഴിക്കുന്ന നിമിഷം തന്നെ ഒരു വലിയ ഭൂഖണ്ഡാന്തര വാർത്ത ഉൽപ്പാദിപ്പിച്ച് അത് അവതരിപ്പിച്ച്, രാവിലെ വാർത്ത അവതരിപ്പിച്ച് വൈകുന്നേരത്തിന് മുമ്പ് മന്ത്രിയെ രാജിവെപ്പിക്കുക എന്ന കൃത്യമായ ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് ആ നിലയ്ക്കുള്ള സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് മംഗളം അവരുടെ ഭാഷയിൽ മിഴി തുറന്നത്, മലയാളിയെ ഞെട്ടിച്ചത്. അങ്ങനെയാണ് അവരവകാശപ്പെടുന്നത്. ഏതായാലും അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു പുതിയ രീതിയല്ല. കാരണം തെഹൽക്ക എന്ന ഒരു ഓൺലൈൻ മാഗസിൻ ഇതൊരു ഘട്ടത്തിൽ ചെയ്തതാണ്.
ആ ഓൺലൈൻ മാഗസിൻ ഒരു പ്രിൻ്റഡ് മാഗസിനായി മാറുന്ന സമയത്ത്, അതിൻ്റെ ലോഞ്ചിങ് സമയത്ത് ഇതേപോലെ ഒരു അഴിമതി കഥ, അത് അഴിമതി കഥയായിരുന്നു, ലൈംഗിക കഥയായിരുന്നില്ല, ഒരു അഴിമതി കഥ അവർ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയുണ്ടായി. BJPയുടെ ദേശീയ പ്രസിഡന്റ് ബംഗാരു, അദ്ദേഹത്തിൻ്റെ ബംഗാരു ലക്ഷ്മണയുടെ അദ്ദേഹത്തെ മുൻനിർത്തി ഒരു വലിയ അഴിമതി കഥയുണ്ടായി. ഒരു അഴിമതി സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നേരിട്ട് ദേശീയ പ്രസിഡന്റിനോട് പറഞ്ഞ് ഒരു റഷ്യൻ കമ്പനിയുടെ ഇടനിലക്കാരാണെന്ന് പരിചയപ്പെടുത്തി അതുമായി ബന്ധിപ്പിച്ച് അവർക്ക് അനുകൂലമായ തീരുമാനം പാർട്ടിയെ കൊണ്ടെടുപ്പിക്കാൻ കൈക്കൂലി കൊടുക്കുന്ന ദൃശ്യം സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ കൈക്കലാക്കി. അത് വലിയ വാർത്തയായി. തെഹൽക്ക പ്രിന്റ് മീഡിയ അതിൻ്റെ ജന്മത്തിൻ്റെ അന്ന്, ജനിച്ച് വീണയന്ന് തന്നെ വലിയ വാർത്താ പ്രാധാന്യത്തിലേക്ക് ഉയർന്ന ചരിത്രം നമുക്കുണ്ട്. അഴിമതി കഥയൊക്കെ തേടിപ്പിടിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അതിന് നല്ല ബുദ്ധിയും സാമർഥ്യവും ഒക്കെ വേണം. ഇതാവുമ്പോൾ എല്ലാ മനുഷ്യരിലും കിടക്കുന്ന ഒരു ലൈംഗിക ചോദനയാണ്. പെട്ടെന്ന് ഒന്ന് തട്ടിയാൽ മതി, ഉണർത്തിയെടുക്കാം. ആ നിലയ്ക്ക് വളരെ പെട്ടെന്ന് തട്ടിയെടുക്കാവുന്ന, വളരെ വളരെ ബേസിക്കായ അടിസ്ഥാനപരമായ വികാരങ്ങളിൽ തൊട്ടുണർത്തുന്ന, ഇക്കിളിപ്പെടുത്തുന്ന ഒരു കാര്യവുമായി മംഗളം വരുമ്പോൾ അത് ധാർമ്മികമാണോ, സദാചാരപരമാണോ, മന്ത്രിയുടെ നല്ല ഏത് വ്യക്തിയുടെയും സ്വകാര്യതയിലേക്ക് അയാൾ അറിയാതെ ഒളിഞ്ഞു നോക്കുന്നത് പത്രപ്രവർത്തനമാണോ അതോ മഞ്ഞ പത്രപ്രവർത്തനമാണോ എന്നൊക്കെയുള്ള ചർച്ച ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം എല്ലാവരും പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന മലയാളികൾ ഓർക്കേണ്ടതുണ്ട്. പൊതുപ്രവർത്തനം ആരും അവരെ അടിച്ചേൽപ്പിച്ചതല്ല, സ്വമേധയാ ഏറ്റെടുത്തതാണ്. മന്ത്രിപ്പണി ആരും അടിച്ചേൽപ്പിച്ചതല്ല, സ്വമേധയാ ഏറ്റെടുത്തതാണ്. PSC ടെസ്റ്റ് എഴുതി ജയിച്ച് ആയതല്ല. ആ അർത്ഥത്തിൽ സ്വമേധയാ ഏറ്റെടുത്ത കളങ്കരഹിത പ്രവർത്തനം, അത് ആദർശനിഷ്ഠമായ പ്രവർത്തനം, എന്തെങ്കിലും പ്രതിഫലേച്ഛയില്ലാത്ത പ്രവർത്തനം, പൊതുസമുദായ സേവനം തുടങ്ങിയ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്ന ആളുകൾ MLA-മാരാകട്ടെ, മന്ത്രിമാരാകട്ടെ, ശരിക്കും പറഞ്ഞാൽ ഒരു വില്ലേജിലെ പ്രസിഡൻ്റാകട്ടെ, ഗ്രാമപ്രസിഡൻ്റാകട്ടെ, എല്ലാവരും പ്രവൃത്തി മണ്ഡലമതാക്കി മാറ്റുമ്പോൾ സ്വമേധയാ ഏറ്റെടുത്ത ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ഞാൻ നന്നായി ചെയ്യുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ആളുകളാണ്. അതുകൊണ്ട് മംഗളം ഏത് തരം രീതി സ്വീകരിച്ചു കൊള്ളട്ടെ, അപ്പോഴും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ ജനപ്രതിനിധികൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ഒളി ക്യാമറയുടെ മുന്നിലോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ മുന്നിലോ ആണ് അവരുടെ ജീവിതത്തിൻ്റെ തുറസ് എന്ന് മനസ്സിലാക്കണം. വലിയ രഹസ്യങ്ങളൊന്നും അവർക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. കാരണം ആ ജോലി ഏറ്റെടുത്തത് സ്വമേധയാ അവർ തന്നെയാണ്. അതിൻ്റെ മേലാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്തത്. അതുകൊണ്ട് ശരാശരി പൗരന്മാർ അവകാശപ്പെടുന്ന സ്വകീയത, സ്വകാര്യത വ്യക്തിജീവിതത്തിൽ അവർക്കും അവകാശപ്പെടാൻ കഴിയും എന്ന് പറയാനൊന്നും കഴിയില്ല. പൊതുപ്രവർത്തകരാണ്, പൊതുമണ്ഡലത്തിൽ ജീവിക്കുന്നവരാണ്. അതിനെ മുൻനിർത്തിയായിരിക്കണം ശശീന്ദ്രൻ ഒരുപക്ഷെ രാജി ആരും ആവശ്യപ്പെടാതെ അവതരിപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് വലിയ ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു കാര്യം ചെയ്തത് എന്നും നമുക്ക് കണ്ടെത്താൻ ആകും. ഇതുമായി ബന്ധിപ്പിച്ച് അതിൻ്റെ ചരിത്രഗതികളിലേക്ക് സഞ്ചരിക്കുക ഒരു രീതിയാണ്. പത്രങ്ങൾ ഈ വിഷയവുമായി ബന്ധിപ്പിച്ച് അതേമാതിരി പല സംഭവങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ഏതായാലും ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഒന്നാം പ്രതി വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ആരൊക്കെയാണ് ഇത്തരം സദാചാര പ്രശ്നത്തിൽ തട്ടി രാജിവെച്ചിട്ടുള്ളത് എന്നതിൻ്റെ ചരിത്ര കഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമുക്ക് അതിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. സ്ത്രീ വിഷയ ധാർമ്മികതയുടെ പേരിൽ കേരളത്തിൽ രാജിവെക്കുന്ന 6ാമത്തെ മന്ത്രിയാണ് ശശീന്ദ്രൻ. അതിൻ്റെ കഥ ഒന്നാം പേജിൽ അടുക്കിപ്പെറുക്കി പറയുന്നു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന്. ഇതിനു മുമ്പ് 1964 PT ചാക്കോയാണ് ഇത്തരം പ്രശ്നവുമായി രാജിവെച്ച ആദ്യത്തെ മന്ത്രി കേരളത്തിലെ. PT ചാക്കോയ്ക്ക് ശേഷം 2000 നീലലോഹിത ദാസ് നാടാർ, അദ്ദേഹം ഇതേമാതിരി ആരോപണം വന്നപ്പോൾ രാജിവെക്കുകയുണ്ടായി. 2005 PK കുഞ്ഞാലിക്കുട്ടി, 2006 PJ ജോസഫ്, 2013 KB ഗണേഷ് കുമാർ, പിന്നെ ഇപ്പോൾ ശശീന്ദ്രനും രാജിവെക്കുന്നു.
മറ്റൊരു വാർത്ത ദി ന്യൂ ഇന്ത്യ എക്സ്പ്രസ് ഇക്കാര്യവുമായി തരുന്നത് പോലീസ് നോട്ട് രജിസ്റ്റർ കേസ്. പോലീസ് ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യില്ല, എന്നിട്ടും മന്ത്രി രാജി സമർപ്പിച്ചു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കൃത്യമായ ഒരു കംപ്ലൈനൻ്റ്, ഒരു പരാതിക്കാരി വേണം. ഇവിടെ പരാതിക്കാരി ഇല്ല എന്ന് മാത്രമല്ല, പരാതിക്കാരി ഒരു ശബ്ദ സാന്നിധ്യമായി പോലും ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്ന നിയമമനുസരിച്ച് മ്യൂച്വൽ കൺസെൻറ്റ്, ഉഭയകക്ഷി സമ്മതിയുടെ അടിസ്ഥാനത്തിലാണ് ലൈംഗിക പ്രവൃത്തിയോ അല്ലെങ്കിൽ ലൈംഗിക പ്രവൃത്തിയിലേക്ക് പ്രൊവോക്കേറ്റ് ചെയ്യുന്ന സംഭാഷണമോ ഒക്കെ ഉണ്ടാകുന്നത് എങ്കിൽ അതിന് മേൽ കേസെടുക്കാനേ ആകില്ല. ഇവിടെ പരാതിക്കാരിയില്ല. ഇനി പരാതിക്കാരിയുടെ ശബ്ദം കൂടി ചേർക്കുന്ന ഒരു ടേപ്പ് നമുക്ക് ലഭിക്കുന്നു എന്ന് വിചാരിക്കുക, CD ലഭിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിച്ചാൽ പോലും മ്യൂച്വൽ കൺസെൻ്റ് ഉള്ള സംഭാഷണമാണ് നടന്നത് എന്ന് മന്ത്രിയുടേതെന്ന് പറയുന്ന സംഭാഷണത്തിൽ തന്നെ വ്യക്തമാകുന്നത് കൊണ്ട് ഒരു കേസും ഇക്കാര്യത്തിൽ സംഭവിക്കാനേ പോകുന്നില്ല. ഇന്നലെ മംഗളം പുറത്തേക്കിറങ്ങിയപ്പോൾ മംഗളം പത്രം മംഗളം ടെലിവിഷൻ മിഴി തുറക്കും എന്ന ശീർഷകത്തിലൊരു പരസ്യം അവർ തന്നെ ഒന്നാം പേജിൽ നൽകുകയുണ്ടായി. രാഷ്ട്രീയ കേരളം നടുങ്ങി നിൽക്കും ഇതേ തുടർന്ന് എന്നുകൂടി മംഗളം പറയുകയുണ്ടായി. നടുങ്ങുന്ന വാർത്ത മംഗളം അതിൻ്റെ മൂശയിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് ഇന്ന് വ്യക്തമാകുന്നു. വീക്ഷണമെന്ന കോൺഗ്രസിൻ്റെ മുഖപത്രം ഇന്ന് ഈ വിഷയം ലീഡ് വാർത്തയാക്കുമ്പോൾ മന്ത്രി ശശീന്ദ്രൻ രാജിവെച്ചു എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത വരുന്നത്. അതിനൊപ്പം MM ഹസൻ താൽക്കാലിക KPCC പ്രസിഡന്റിൻ്റെ ഒരു പ്രസ്താവന ഉണ്ട്. കൗതുകകരമാണ് ആ പ്രസ്താവന. ലജ്ജാകരം ഈ അവസ്ഥ എന്നാണ് MM ഹസൻ പറയുന്നത്. MM ഹസൻ ലജ്ജിക്കുന്നു. വളരെ റെയറായ ഒരു ഫിനോമിനനാണത്. ഏതായാലും ലജ്ജാകരമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ മാന്യൻ തന്നെ നേതൃത്വം കൊടുത്തിരുന്ന പഴയ സർക്കാരിനെ കുറിച്ച് നാം ആലോചിക്കണം. ഇവിടെ ഒരാൾ ഈ കാര്യത്തിനെ ചൊല്ലി ഇപ്പോഴും പൂർണ്ണമായി തെളിയിക്കപ്പെടാത്ത കാര്യത്തെ ചൊല്ലി രാജിവെക്കുമ്പോൾ മുഖ്യമന്ത്രി പോലും ആവശ്യപ്പെടാതെ ഒരു പഴയ മുഖ്യമന്ത്രി അടക്കം MP-മാരും MLA-മാരും ഒക്കെ ഒരു ക്യൂവിൽ നിന്ന് ഒരു സ്ത്രീയുടെ പിന്നാലെ സഞ്ചരിക്കുകയും അവരെ കൈമാറുകയും ഒക്കെ ചെയ്ത അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ലജ്ജ തീരെ തൊട്ട് തെറിക്കാത്ത തൊലിയുള്ള നേതാവാണ് ഇപ്പോൾ ലജ്ജിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കേരള കൗമുദി ഈ വാർത്ത ലീഡാക്കുമ്പോൾ അത് പ്രത്യേക പ്രാധാന്യത്തോടെ പരിശോധിക്കേണ്ടതുണ്ട്. അതിമനോഹരമായ ശീർഷകം ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത് കേരള കൗമുദിയാണ് എന്ന് പറയാതെ വയ്യ. കാണുക, ഒരു മന്ത്രി കൂടി ശരിയായി. അശ്ലീലത്തിൻ്റെ ഗട്ടറിൽ വീണ് ശശീന്ദ്രൻ കട്ടപ്പുറത്ത്. ഇതിനേക്കാൾ മനോഹരമായി അത് പറയാൻ കഴിയില്ല. ഏതായാലും അതിൻ്റെ ഒരു ക്രെഡിറ്റ് കേരള കൗമുദിക്കാണ് നാം നൽകേണ്ടത്. ഇതാണ് ഇതുമായി ബന്ധിപ്പിച്ച വാർത്തകളെങ്കിൽ ഇന്ന് നമുക്ക് പത്രം തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ജിഷ കേസുമായി ബന്ധിപ്പിച്ച വാർത്തയാണ്. കൗതുകകരമായ ഒരു ടേണിലേക്കാണ് ആ കേസിൻ്റെ വിചാരണ നീങ്ങാൻ പോകുന്നത്. വിജിലൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ആ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക്, ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ജിഷ കേസിൽ ഗുരുതര വീഴ്ച, കോടതിയിൽ തിരിച്ചടി ലഭിക്കും എന്ന ശീർഷകത്തിൽ മംഗളം ഒന്നാം പേജിൽ ആ വാർത്ത തരുന്നു. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പോലീസിനെതിരെ ഗുരുതര വീഴ്ച പറ്റിയെന്ന് വിജിലൻസ് റിപ്പോർട്ട്. തുടക്കം മുതൽ അന്വേഷണം ശരിയായ രീതിയിലല്ലെന്നും മുൻവിധിയോടെയുള്ള അന്വേഷണമാണ് നടന്നതെന്നും വിജിലൻസ് പറയുന്നു. ഏതായാലും ഈ കേസുമായി ബന്ധിപ്പിച്ചുള്ള അന്വേഷണം ദുർബലമായിരിക്കുന്നത് കൊണ്ട് ഈ കേസ് ഒരുപക്ഷെ വിട്ടുപോയേക്കപ്പെടും എന്നാണ് 13 ദിവസത്തെ വിചാരണ കഴിയുമ്പോൾ വിജിലൻസ് പറഞ്ഞിരിക്കുന്നത്. വിജിലൻസിൻ്റെ ആ നിലപാടിനോട് വലിയ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന വാർത്തകളും ഇന്ന് വന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ദേഷ്യം വന്ന് സമനില തെറ്റിയ ഒരു ശിവസേന MP എയർ ഇന്ത്യയിലെ മലയാളി ഓഫീസറെ ചെരിപ്പൂരി തല്ലിയ വാർത്ത ഇന്നലെ വന്നിരുന്നു. ശേഷം നമുക്ക് ഈ കാർട്ടൂൺ കാണാം. എയർ ഇന്ത്യ MPക്ക് ആയുഷ്കാല യാത്രാ നിരോധനം ഏർപ്പെടുത്തി. തുടർന്ന് മറ്റ് വിമാന കമ്പനികളും അപ്പുറം സാഹചര്യത്തിൽ വന്നപ്പോൾ സ്വന്തം ചെരുപ്പിൻ്റെ തടവിലായ MP-യുടെ കാർട്ടൂൺ സുരേന്ദർ ഇന്ന് ഹിന്ദുവിൽ തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. യോഗ എന്നത് സത്യത്തിൽ ഒരു മെയ്വഴക്കത്തിൻ്റെ അധ്വാനമാണ്. ശരീരത്തെ നിയന്ത്രിക്കുന്ന കലയുമാണത്. ഈ ചിത്രം കാണുക.
ഇത് തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നിന്നുള്ള ചിത്രമാണ്. കേരള ടീമിൻ്റെ ഒരു ഗ്രൂപ്പ് ഡെമോൺസ്ട്രേഷൻ ദീപിക അവസാനപൂർവ്വം ചിത്രമാക്കിയും തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.